ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കൊറോണയൊക്കെയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2016 പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് വാൾ എന്ന് പറയുന്ന സിനിമയുടെ കഥയുമായിട്ടാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ സിനിമയിലേക്ക് കിടക്കാം. ചൈനയിലെ വൻമതിലിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? 21,000 കിലോമീറ്ററോളമാണ് അതിൻ്റെ നീളം, 50 അടിയോളം ഉയരം, 30 അടിയോളം വീതി. അത്രക്ക് ഭയങ്കരമായൊരു സാധനം. ഏകദേശം 1500ഓളം വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് അത് പൂർത്തിയാക്കിയത്. ഒരുപാട് രാജാക്കന്മാരും ഒരുപാട് സൈനികരും ഒരുപാട് ഗോത്രവർഗ്ഗങ്ങളും ഒക്കെ അവരുടെ ജീവൻ ബലിയഴിപ്പിച്ചിട്ടൊക്കെയാണ് ആ വൻമതിൽ പണിതുണ്ടാക്കിയത്. എന്തിനായിരിക്കാം ഈ വൻമതിൽ ഉണ്ടാക്കിയത് എന്നതിന് ചരിത്രം പറയുന്നത് മംഗോളിയക്കാർ എപ്പോഴും ചൈനക്കാരെ ആക്രമിക്കുമായിരുന്നു. അവരിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വൻമതിൽ പണിതത്. അതുമാത്രമല്ല, ഒരുപാട് പുരാണ കഥകളും മിത്തുകളും ഒക്കെ ഈ മതിലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്നുണ്ട്. അത്തരത്തിലൊരു മിത്താണ് ഈ സിനിമയുടെ കഥയ്ക്ക് ആധാരം. നമ്മുടെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും മംഗോളിയൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഗുഹയിലെത്തിപ്പെടുന്നു. അവിടെ അവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നായകന് ഒരു പാറക്കല്ല് കിട്ടുന്നു. അത് വെറും പാറക്കല്ലായിരുന്നില്ല, ഒരു മാഗ്നറ്റ് ആയിരുന്നു. വളരെ ശക്തി കൂടിയ ഒരു മാഗ്നറ്റ്. അന്ന് രാത്രി എന്തോ ഒരു മൃഗം ആ ഗുഹയ്ക്കുള്ളിൽ വെച്ച് ഇവരെ ആക്രമിക്കാൻ വരുന്നു. എന്താണ് എന്ന് വ്യക്തമായിട്ട് നായകനും ആ കൂട്ടുകാരനും മനസ്സിലായില്ല. പക്ഷേ എന്നാലും അതിനിടയിൽ നമ്മുടെ നായകൻ അതിൻ്റെ കൈ വെട്ടിയെടുക്കുന്നു. വെട്ടിയെടുത്ത ആ ജീവിയുടെ കൈയുമായിട്ട് നായകനും അവൻ്റെ ഫ്രണ്ടും അടുത്ത ദിവസം പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ അപ്പോഴേക്കും വീണ്ടും മംഗോളിയൻസ് അവരെ ആക്രമിക്കാനായി വരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നായകനും കൂട്ടുകാരനും കുതിരയെ ഓടിച്ചോടിച്ച് ഒരു വലിയ മലമുകളിലേക്ക് കയറിപ്പോകുന്നു. ഇപ്പോൾ അവർക്ക് മുന്നിലായിട്ടുള്ളത് ആ ചൈന വൻമതിലാണ്. അതിന് മുകളിലാണെങ്കിൽ ഒരു വലിയ സൈനിക സന്നാഹങ്ങളും. ഇപ്പോൾ നായകൻ്റെയും കൂട്ടുകാരൻ്റെയും മുന്നിൽ ചൈനക്കാരും പിന്നിൽ മംഗോളിയക്കാരും. മംഗോളിയക്കാരുടെ കയ്യിൽ കുടുങ്ങി മരിക്കുന്നതിലും ചൈനക്കാരുടെ മുന്നിൽ കീഴടങ്ങുന്നതാണ് നല്ലതെന്ന് നായകനും സുഹൃത്തിനും തോന്നി. അങ്ങനെ അവർ ചൈനക്കാർക്ക് മുന്നിൽ കീഴടങ്ങുന്നു. ഇവർ ആരാണ് എന്താണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ചൈനക്കാർ ഇവരെ ചോദ്യം ചെയ്യുകയാണ്. തങ്ങൾ രണ്ടുപേരും വ്യാപാരികളാണെന്നും കച്ചവടത്തിനായിട്ടാണ് തങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും അവർ കള്ളം പറയുന്നു. സത്യത്തിൽ അവർ വന്നിരിക്കുന്നത് ബ്ലാക്ക് പൗഡർ എന്ന് പറയുന്ന ഒരു വെടിമരുന്ന് അന്വേഷിച്ചാണ്. അത് എവിടെ നിന്നെങ്കിലും ലഭിക്കുമെന്നറിയാനാണ് അവരുടെ യാത്ര. ഇവരെ പരിശോധിക്കുന്നതിനിടയിൽ ചൈനക്കാർക്ക് ആ അരിഞ്ഞു വീഴ്ത്തിയ മോൺസ്റ്ററിൻ്റെ കൈ ലഭിക്കുന്നു. അത് കണ്ടപ്പോൾ ചൈനക്കാർ ചോദിക്കും, ഇതാരാണ് ഈ മൃഗത്തിൻ്റെ കൈ വെട്ടിയത്? അപ്പോൾ അവർ പറയും, ഞങ്ങളാണ് വെട്ടിയത്. നിങ്ങൾ വെറും 2 പേരല്ലേ ഉള്ളൂ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതിനെ വെട്ടാൻ പറ്റും എന്ന് അവർ ചോദിക്കുന്നു. ആക്ച്വലി 2 പേരല്ല, അവൻ ഒറ്റക്ക് മാത്രമാണ് വെട്ടിയത്, ഞാൻ കണ്ടു നിന്നതേ ഉള്ളൂ എന്ന് ഹീറോയുടെ ഫ്രണ്ട് ഹീറോയെ ചൂണ്ടിക്കാട്ടി പറയും. പക്ഷേ ചൈനക്കാർക്ക് അത് വിശ്വസിക്കാനുള്ള ഒരു പ്ലാനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരിങ്ങനെ സംശയത്തോടു കൂടെ തന്നെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പടയാളികളിൽ ഒരാൾ ഓടി വന്നിട്ട് പറയും, ദേ നമ്മുടെ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പറയും, ഇത്ര പെട്ടെന്നോ? ഇത് വളരെ നേരത്തെയാണല്ലോ എന്ന് അവർ പറയുന്നു. അതായത് മോൺസ്റ്ററിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ അതിന് പ്രിപ്പയർഡുമാണ്. ചൈന പടയുടെ അച്ചടക്കവും ഒതുക്കവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ നായകനും ഫ്രണ്ടിനും അത്ഭുതം തോന്നുന്നു. ചൈന വൻമതിലിന്റെ ഓരോ ചെറിയ ചെറിയ ഏരിയകളിലും ഈ പോരാളികൾ ആക്രമണത്തിനായി തയ്യാറായി നിൽക്കുന്നു. നായകനും കൂട്ടുകാരനും ആ പടയാളികളുടെയൊക്കെ വേഷവിധാനങ്ങൾ ശ്രദ്ധിക്കുകയാണ്. കറുപ്പ് വസ്ത്രം ധരിച്ച പടയാളികൾ മുഴുവൻ ആണുങ്ങളാണ്. അവരാണ് വാൾഫൈറ്റിനായി തയ്യാറായി നിൽക്കുന്നത്. അടുത്തത് ചുവപ്പ് വസ്ത്രം ധരിച്ച ആൾക്കാരാണ്. അവരാണ് ദൂരത്ത് നിന്നുള്ളവരെയൊക്കെ അമ്പെയ്ത് വീഴ്ത്താൻ തയ്യാറായി നിൽക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം സ്ത്രീകളാണ്. നീല വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ നായകനും കൂട്ടുകാരനും പറയും, ഇതെന്തോന്നേ പെണ്ണുങ്ങളൊക്കെ വന്നിരിക്കുന്നത്, ഇവർക്ക് എന്തെങ്കിലും യുദ്ധത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് അവർ അങ്ങനെ കളിയാക്കി പറയുന്നതിനിടയിലാണ് സ്ത്രീകളുടെ പടയുടെ ക്യാപ്റ്റൻ, അവളാണ് നമ്മുടെ നായിക, പുള്ളിക്കാരിയും ആ സ്ത്രീ പടയിലുള്ള എല്ലാവരും ചേർന്നിട്ട് ചൈന വൻമതിലിൽ നിന്നും കടന്നു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. നീണ്ടു നിൽക്കുന്ന മരപ്പലകകൾ. അതിന്റെ അഗ്രഭാഗത്തേക്ക് അവരോരോരുത്തരായി വന്നു നിൽക്കുന്നു. അവരോരോരുത്തരുടെയും അരക്കെട്ട് പിന്നിലേക്ക് നീട്ടി വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇവരെന്തായി ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ നായകനും കൂട്ടുകാരനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അവരുടെ കൂടെ നമ്മളും അത് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ മോൺസ്റ്റർ പട അവരുടെ നേരെ പാഞ്ഞെടുക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് മോൺസ്റ്റേഴ്സ് അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. പൊടി പടർത്തിക്കൊണ്ടാണ് അവരങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നായകനും കൂട്ടുകാരനും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നത് മാത്രം അവർക്കിപ്പോൾ മനസ്സിലായി. ചൈനപ്പട അവരുടെ കയ്യിലുണ്ടായിരുന്ന തീഗോളങ്ങൾ ആ മോൺസ്റ്റേഴ്സിന് നേരെ എയ്യാൻ തുടങ്ങി. ആ തീയുണ്ടകൾ പോയി വീഴുമ്പോഴാണ് ഈ മോൺസ്റ്റേഴ്സിന്റെ മുഖം നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, ലക്ഷക്കണക്കിന് ജീവികൾ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ആ വൻമതിലില്ലായിരുന്നുവെങ്കിൽ ഒരൊറ്റ വരവിന് തന്നെ സകല പടയാളികളെയും കടിച്ചു കീറി കൊന്നേനെ ആ മോൺസ്റ്റേഴ്സ്. ലാലേട്ടൻ പറഞ്ഞതുപോലെ അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ ഫോസിൽ വരെ അടിച്ചു തീർത്തേനെ. നമ്മുടെ ഹീറോയും കൂട്ടുകാരനും കളിയാക്കിയ സ്ത്രീകളുടെ പടയുണ്ടല്ലോ, അവരിപ്പോൾ താഴേക്ക് കുതിക്കുന്നു. താഴേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും തിരിച്ചു വന്ന് ആ പലകയിലേക്ക് നിൽക്കുന്നു. പക്ഷേ താഴേക്ക് പോയത് 5 പേരാണെങ്കിൽ തിരിച്ചു വന്നത് 3 പേർ മാത്രമാണ്. ഇതുമാത്രമാണ് നായകനും കൂട്ടുകാർക്കും കാണാൻ സാധിക്കുന്നത്.
ഇവർ താഴെ പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? കയ്യിൽ വലിയ കുന്തങ്ങളുമായിട്ട് താഴേക്ക് ചാടുന്ന ഇവർ താഴെ പോയി ആ മോൺസ്റ്റേഴ്സിനെയൊക്കെ കുത്തിക്കൊന്ന് തിരിച്ച് മുകളിലേക്ക് കയറി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം ഗട്സ് ഉണ്ടാവണമെന്ന്. സ്ത്രീകളാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ നായകനും കൂട്ടുകാരനും കളിയാക്കിയത് ഇവരെയാണ്. ആ കാഴ്ച കണ്ട് നമ്മുടെ നായകനും കൂട്ടുകാരനും ഞെട്ടിത്തരിച്ചുപോയി. അതോടെ അവർ സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഇവർ അവിടെ മറ്റൊരുത്തനെ കാണുന്നത്. അതൊരു തടവുകാരനാണ്. പക്ഷെ അവനിങ്ങനെ തടവറയിലിട്ട് അടച്ചിട്ടിട്ടൊന്നുമില്ല, അവനെ തുറന്നു വിട്ടിട്ടാണുള്ളത്. ഒരുപാട് കാലമായിട്ട് അവൻ അവിടെ തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ നായകനും കൂട്ടുകാരനും ഇവന്റെ സഹായത്തോടെ ഇവിടെ നിന്നും പുറത്തു കടക്കാമെന്ന് ഒരു ചെറിയ പ്ലാൻ മനസ്സിൽ കാണുന്നു. ഇപ്പോൾ ആ മോൺസ്റ്റേഴ്സ് പടയിൽ കുറച്ച് വ്യത്യസ്തമായ ഒരു പട കൂടി വരുന്നു. ഇവരുടെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ആൻറ്റിനെയൊക്കെ ഇല്ലേ, അതുപോലെയാണ്, ഇങ്ങനെ വിരിച്ചു വെച്ച കുട പോലെ. അവയുടെയൊക്കെ ഒത്ത നടുക്കായിട്ട് ഒരു മോൺസ്റ്റർ മാത്രം നിൽക്കുന്നുണ്ട്. അതാണ് ഈ മോൺസ്റ്ററുകളുടെ രാജ്ഞി. ഈ വന്നിരിക്കുന്ന മോൺസ്റ്റേഴ്സ് ഒക്കെ ആ രാജ്ഞിയുടെ ആജ്ഞ പോലെയാണ് പ്രവർത്തിക്കുക. ആ പുള്ളിക്കാരി ഇല്ല എങ്കിൽ ഇവരാരുമില്ല. ശരിക്കും പറഞ്ഞാൽ തുപ്പാക്കിയിലെ സ്ലീപ്പർ സെല്ല് പോലെ. സോ ആ രാജ്ഞിയെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ജയിച്ച പോലെയാണ് എന്ന് ചൈനാപ്പട പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യൂനിനെ ലക്ഷ്യമാക്കി അവർ തീഗോളങ്ങൾ എറിയുന്നു. അപ്പോഴേക്കും രാജ്ഞിയെ ചുറ്റി നിന്ന ആ മോൺസ്റ്റേഴ്സ് ഒക്കെ തങ്ങളുടെ തല കുട പോലെ വിരിച്ച് ഒരു സംരക്ഷണ വലയം ആ രാജ്ഞിക്ക് മുന്നിൽ അവർ തയ്യാറാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ തീയുണ്ടകൾക്കൊന്നും രാജ്ഞി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ദേഷ്യം വന്ന ആ മോൺസ്റ്റർ രാജ്ഞി ആ ജീവികൾക്കൊക്കെ എന്തോ ഒരു പ്രത്യേകതരം ഇൻസ്ട്രക്ഷൻ നൽകുന്നു. അതോടെ ഒരു ജീവിക്ക് മുകളിൽ മറ്റൊരു ജീവി, അതിനു മുകളിൽ മറ്റൊരു ജീവി എന്നിങ്ങനെ കയറി ടപടപടപടാന്ന് അത് വൻമതിൽ കയറി വരുന്നു. നായകനും കൂട്ടുകാരനും ആ ജീവിയെ കണ്ട് അന്തം വിട്ടുപോയി. പക്ഷെ അവരുടെ കൈകൾ കൂട്ടിക്കെട്ടിയതിനാൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. മുകളിൽ കയറി വന്ന ആ മോൺസ്റ്റർ 20ഓളം പേരെ കൊന്നു തള്ളി. പക്ഷെ കയറി വന്നതിൽ ഒരു മോൺസ്റ്ററിനെ പോലും കൊല്ലാൻ ചൈനാപ്പടയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതേ സമയം ആ തടവ് പുള്ളിയുടെ സഹായത്തോടെ നായകനും കൂട്ടുകാരനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കയ്യിലെ കെട്ടുകൾ അഴിഞ്ഞതിന് ശേഷം നായകനും കൂട്ടുകാരനും ആ മോൺസ്റ്റേഴ്സിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. കിട്ടില്ലൻ സീനാണ് പിന്നീട് അങ്ങോട്ടേക്ക്. കൈ കെട്ടി ഒരു കുന്തമെടുത്ത് നമ്മുടെ നായകൻ ചാടി ആ മോൺസ്റ്ററിന്റെ വായിലേക്ക് കുത്തിക്കയറ്റുന്നു. ഒപ്പം തന്നെ നായകന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് കിട്ടിയ ഒരു പരിചയെടുത്ത് അതിന്റെ തലയ്ക്ക് അടിക്കുന്നു. പക്ഷെ എന്നിട്ടും ആ മോൺസ്റ്ററിനൊന്നും സംഭവിച്ചില്ല. അത് വീണ്ടും ഇവരെ ആക്രമിക്കാൻ വരുന്നു. നായകൻ വീണ്ടും ഒരു കുന്തമെടുത്തിട്ട് അതിന്റെ വായിലേക്ക് കുത്തിയിറക്കി. എന്നിട്ടും ഒരു രക്ഷയില്ല, അത് വീണ്ടും വരാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരൻ ഒരു കുന്തമെടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു. ആ കുന്തം അതിന്റെ വായിലേക്ക് കുത്തിയിറക്കുന്നു. അതിനുശേഷം നായകനെ പിടിച്ച് കൂട്ടുകാരൻ ഉയർത്തി ആ കുന്തത്തിന് മുകളിലേക്ക് വെക്കുന്നു. പരിചയ കൊണ്ട് നായകൻ ആ കുന്തം കുത്തി അതിന്റെ വായിലേക്ക് ഇറക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ആ മോൺസ്റ്ററിനെ അവർ കൊല്ലുന്നു. അപ്പോഴേക്കും മറ്റൊരു മൃഗം കൂടി അവരെ ആക്രമിക്കാൻ വന്നു. നായകന്റെ കൂട്ടുകാരൻ ഒരു ചുവപ്പ് തുണിയെടുത്ത് ആ മോൺസ്റ്ററിന്റെ മുന്നിലേക്ക് കാണിക്കുന്നു. കാളപ്പോരിൽ കാളയെ ആകർഷിക്കുന്നത് പോലെ. അപ്പൊ ആ മോൺസ്റ്റർ നായകന്റെ കൂട്ടുകാരന് നേരെ ചീറിയെടുക്കുന്നു. അവൻ നൈസായിട്ട് ഒഴിഞ്ഞു മറന്നു. പിന്നിൽ അമ്പും വില്ലും പിടിച്ചു നിന്ന് നമ്മുടെ നായകൻ ഷട്ടാ എന്നും പറഞ്ഞിട്ട് അതിന്റെ വായിലേക്ക് അമ്പ ചെയ്ത് അതിനെ കൊല്ലുന്നു. ഇതൊക്കെ കണ്ട് ചൈനാപ്പട മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും മൂന്നാമത്തെ മൃഗവും ഇവരെ ആക്രമിക്കാൻ വരുന്നു. നായകൻ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലും ചെറുതായിട്ട് മോഡിഫൈ ചെയ്ത് വളരെ വേഗത്തിൽ നിലത്തേക്കൂടെ നിറങ്ങി നീങ്ങി ആ മൃഗത്തിന്റെ വയറിൽ തന്നെ അമ്പ ചെയ്ത് അതിനെയും കൊല്ലുന്നു. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മോൺസ്റ്റർ രാജ്ഞി എല്ലാ മോൺസ്റ്ററുകളോടും പിരിഞ്ഞു പോവാനുള്ള സിഗ്നൽ അയക്കുന്നു. എല്ലാ മോൺസ്റ്ററുകളും യുദ്ധം അവസാനിപ്പിച്ച് അപ്പോൾ തന്നെ പിന്തിരിഞ്ഞു പോകുന്നു. യുദ്ധത്തിൽ ചത്തുപോയ മോൺസ്റ്ററുകളുടെ ബോഡി പോലും അവിടെ ബാക്കി വെക്കാതെ അതൊക്കെ എടുത്ത് ആ മോൺസ്റ്ററുകൾ അവിടെ നിന്നും പിൻവാങ്ങുന്നു. നായകനും ഫ്രണ്ട് ഇതെന്ത് ജീവിയാടേന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നതോടെ ആ സീൻ അവിടെ കട്ടാവുന്നു. അതിനുശേഷം ഇവരെ രണ്ടുപേരെയും ഫുഡ് കൊടുത്ത് ഇവിടെ താമസിപ്പിച്ചേക്കെന്ന് പറഞ്ഞിട്ട് ചൈനക്കാരവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അവർ രണ്ടുപേരും ആ തടവ് പുള്ളി ഉണ്ടായിരുന്നല്ലോ, അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയും ആ ബ്ലാക്ക് പൗഡർ ഇവന്റെ കയ്യിലാണുള്ളത് എന്നും താൻ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും തന്നെ ഇവിടെ 15 വർഷത്തോളമായി അടച്ചിട്ടിരിക്കുകയാണെന്നും അവൻ പറയുന്നു. 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെയും കൂട്ടി ആ ബ്ലാക്ക് പൗഡറും എടുത്ത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ വഴിയിലൂടെ നമുക്ക് രക്ഷപ്പെടാം എന്നും അയാൾ പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും നന്നായിട്ട് ഷേവൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചൈനക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരുന്നു. അവർ ആ ഹാളിലേക്ക് എത്തിയപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരുടെ വീരത്തെ കൈയടിച്ച് അഭിനന്ദിക്കുന്നു. അതിനുശേഷം ചൈനക്കാർ ഹീറോയോട് ചോദിക്കും, നിങ്ങളുടെ ഈ വില്ല് കാണാൻ വലിയ ഭംഗിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്തിനാണ് നിങ്ങൾ അത് വെച്ച് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്? അത് കേട്ട ഹീറോ പറയും, കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ, സാധനം അടിപൊളിയാണ്. അത് കേട്ട് മറ്റുള്ളവരൊക്കെ ചിരിച്ച് കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ ഹീറോയും ഫ്രണ്ടും കൂടിയിട്ട് അതിന്റെ ഡെമോ കാണിക്കാൻ തയ്യാറാവും. രണ്ടുപേരും പരസ്പരം തോളോട് തോൾ ചേർന്ന് മുന്നിലും പിന്നിലും നിൽക്കുന്നു. അതിനുശേഷം നായകന്റെ ഫ്രണ്ട് ഒരു പാത്രം എടുത്ത് എറിയുന്നു. നായകനാവട്ടെ ഒരമ്പ ചെയ്ത് അതിന്റെ സ്ഥാനം മാറ്റുന്നു. ശേഷം മറ്റൊരമ്പ ചെയ്ത് അതിനെ ഒരു ചുമരിലേക്ക് ചേർത്ത് നിർത്തുന്നു. മറ്റൊരമ്പ ചെയ്ത് അത് താഴെ വീഴാതെ അവിടെ പിടിച്ചു നിർത്തുന്നു. ഇത് കണ്ടതോടെ എല്ലാവരും അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവരെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം നായകനെയും കൂട്ടിയിട്ട് സ്ത്രീകളുടെ പട ചെയ്യുന്നത് പോലെയുള്ള പടയൊരുക്കങ്ങൾ ചെയ്യാൻ നായകനെയും പഠിപ്പിക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മുമ്പ് ഹീറോയുടെ കയ്യിൽ ഒരു കാന്തപ്പാറ കിട്ടിയിരുന്നില്ലേ, ആ കാന്തപ്പാറയെ വെച്ച് അവരോരോ
പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നായകനും കൂട്ടുകാരനും ആ മൃഗത്തെപ്പറ്റി അവരോട് ചോദിക്കുമ്പോൾ അവർ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്ത് നിന്നും വലിയൊരു ഉൽക്ക വന്ന ഒരു സ്ഥലത്ത് വീണു. ആ വീണ സ്ഥലത്ത് നിന്നും 60 വർഷത്തിലൊരിക്കൽ ഇതുപോലുള്ള മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് വരും. ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സാധനങ്ങളെയും അവ ഭക്ഷിക്കും. ഇവർക്ക് കിട്ടുന്ന ഓരോ ജീവനും അല്ലെങ്കിൽ ഭക്ഷണ സാധനവും അവർ അവരുടെ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ആ രാജ്ഞിയാണ് ഓരോ ജീവികൾക്കും എത്ര വേണമെന്ന് പകുത്തു നൽകുന്നത്. ആ ഭക്ഷണത്തിലൂടെയാണ് അവ ജീവിക്കുന്നതും പ്രത്യുത്പാദനമൊക്കെ നടത്തുന്നതും. സോ അളവിലും അധികമായിട്ട് അവർക്ക് ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവയുടെ പ്രത്യുത്പാദന ശേഷി വീണ്ടും കൂടുതലാവും. ഈ ചൈന വൻമതിൽ താണ്ടി അവ ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മനുഷ്യരെയെല്ലാം ഭക്ഷണമാക്കി കഴിഞ്ഞാൽ പിന്നീട് അവയുടെ വർഗം ഇപ്പോൾ ഉള്ളതിന്റെ 10 ഇരട്ടിയായി മാറും. അങ്ങനെ ലോകം തന്നെ അവ നശിപ്പിച്ചേക്കാം. അത് തടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ നായകനോടും ഫ്രണ്ടിനോടും പറയുന്നു. ആ ബ്ലാക്ക് പൗഡറും എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു നായകന്റെ ചിന്ത. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ നായകന് നായികയുമായി തോന്നിയ ഒരു ക്രഷും കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് മാറി അവിടെ തന്നെ ഇവരോടൊപ്പം ചേരാൻ അയാൾ തീരുമാനിക്കുന്നു. ഇതേസമയം സേനാധിപതിയും നമ്മുടെ നായികയും വൻമതിലിന് മുകളിൽ നിൽക്കുകയാണ്. ആ മോൺസ്റ്റേഴ്സ് അവിടെ ഒരു ജീവിയെ വിട്ടിട്ടാണ് പോയിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ വിട്ടുപോവാറുള്ളതല്ല. ശവശരീരങ്ങൾ വരെ അവരെടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇതെന്തിനായിരിക്കും ഇങ്ങനെ വിട്ടുപോയത് എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. മനുഷ്യരെക്കാളും ബുദ്ധിമാന്മാരായിരുന്നു ആ മോൺസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർ മുന്നിലൂടെ ഒരു ജീവി വരുന്നത് കണ്ട് അതിനെ ആക്രമിക്കാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇവർ കാണാതെ മറ്റൊരു ജീവി പിന്നിലൂടെ വരുന്നുണ്ടായിരുന്നു. സേനാധിപതിയും നായികയും മാത്രമാണ് പെട്ടെന്ന് ഇതിനെ കാണുന്നത്. അവർ തിരിച്ച് അതിനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന്റെ ആക്രമണം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ സേനാധിപതി നായികയെ തള്ളി മാറ്റി ആ മോൺസ്റ്ററിനെ ആഞ്ഞു കുത്തുന്നു. പക്ഷെ അപ്പോഴേക്കും അത് സേനാധിപതിയെ കടിച്ചിരുന്നു. അങ്ങനെ അയാൾ വീരചരമം പ്രാപിക്കുന്നു. പക്ഷെ അയാളുടെ കുത്തുകൊണ്ട ആ മോൺസ്റ്ററും മരിച്ചു വീഴുന്നു. നമ്മുടെ നായകന്റെ കയ്യിലുള്ള ആ കാന്തം ഉപയോഗിച്ച് ഈ മോൺസ്റ്ററുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് അവർക്കൊരു സംശയമുണ്ട്. പക്ഷെ അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജീവനോടെ ഒരു മോൺസ്റ്ററിനെ അവർക്ക് കിട്ടണം. സോ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും ഒരു ജീവിയെങ്കിലും ജീവനോടെ പിടിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ടുവന്നാൽ ആ ജീവിയുടെ അടുത്ത് ഈ കാന്തം വെച്ച് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഒരു കുന്തം ചങ്ങലയിൽ കെട്ടി അതൊരു ഹുക്ക് പോലെ ക്രിയേറ്റ് ചെയ്ത് താഴെയുള്ള ജീവികളുടെ മുകളിലേക്ക് അവർ വലിച്ചെറിയുന്നു. അത് ഏതൊരു മോൺസ്റ്ററിൽ തറക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരതിനെ വലിച്ച് മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റ് മോൺസ്റ്ററുകൾ വന്ന് അവയെ സഹായിച്ച് രക്ഷപ്പെടുത്തുന്നു. വെറും കുന്തം മാത്രമാണ് ഇവർക്ക് തിരിച്ചു വരുന്നത്. വീണ്ടും അവർ കുന്തം താഴേക്കെറിയുന്നു. അപ്പോഴും അത് ഒരു മോൺസ്റ്ററിന് മുകളിൽ തറച്ചു നിൽക്കുന്നു. ഉടനെ തന്നെ അവരതിനെ വലിച്ചു കയറ്റാൻ നോക്കുമ്പോൾ നായകൻ അവിടേക്ക് വരും. എന്നിട്ട് പറയും, നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ്. നമുക്കിപ്പോൾ ആ ഒരു ജീവി മാത്രമേ ഉള്ളൂ. അതിനെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന ഈസി ആയിട്ട് അത് അതിൽ നിന്നും ഊരിപ്പോകും. അപ്പോൾ നമുക്കതിനെ ജീവനോടെ പിടിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളിപ്പോൾ അതിനെ വെറുതെ വിട്, അതിനെ റിലാക്സ് ചെയ്യാൻ അനുവദിക്ക് എന്നും പറഞ്ഞ് ചങ്ങല കുറച്ച് ലൂസാക്കുന്നു. അതിനുശേഷം നായകൻ ആ വൻമതിലിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടുന്നു. താഴേക്ക് പോയിരിക്കുന്ന ആ ചങ്ങല പിടിച്ച് അവൻ താഴെ ആ ജീവിയുടെ അടുത്തെത്തുന്നു. നായകൻ അവിടെ എത്തിയപ്പോഴേക്കും വേറെയും കുറച്ച് ജീവികൾ അവിടെ ഉണ്ടായിരുന്നു. അത് നായകനെ ആക്രമിക്കാൻ വരുന്നു. നായകന്റെ ഫ്രണ്ട് ഉടനെ തന്നെ അവിടേക്ക് ചാടിയെത്തി അവനെ രക്ഷിക്കുന്നു. ഇപ്പോൾ ആ പിടിക്കപ്പെട്ട മോൺസ്റ്റർ ഉണ്ടല്ലോ, അതിനടുത്തേക്ക് നായകന്റെ കയ്യിലുണ്ടായിരുന്ന ആ കാന്തം വെച്ചപ്പോഴേക്കും ഈ മോൺസ്റ്ററുകളുടെയൊക്കെ റാണിയുടെ സിഗ്നൽ ഉണ്ടല്ലോ, അത് അങ്ങോട്ടേക്ക് വരാതെ തടുക്കുന്നു. അതായത് രണ്ടും ഒരു കാന്തിക വികിരണങ്ങൾ പോലെയാണെന്ന് തോന്നുന്നു. സോ ഈ കാന്തിക വികിരണങ്ങൾ ക്യൂനിൽ നിന്ന് വരുന്ന ആ കാന്തിക വികിരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സിഗ്നലും കിട്ടുന്നില്ല. ഈ സത്യം മനസ്സിലാക്കിയതോടെ ആ പടയാളികളിൽ ഒരാൾ പറയും, ഞാൻ ഇതിനെയും കൊണ്ട് തലസ്ഥാനത്തേക്ക് പോവുകയാണ്. അവിടെയുള്ളവർക്ക് ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന അപകടത്തെ നിയന്ത്രിക്കാൻ അത് ഒരുപക്ഷെ സഹായകരമാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ മോൺസ്റ്ററിനെയും കാന്തവും എടുത്ത് അയാൾ തലസ്ഥാനത്തേക്ക് പോകുന്നു. പെട്ടെന്ന് ഒരു വെടിശബ്ദം കേട്ടിട്ട് നമ്മുടെ നായകൻ ആ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നോക്കുമ്പോൾ നമ്മുടെ നായകന്റെ കൂട്ടുകാരനും അവിടെ ഉണ്ടായിരുന്ന ആ തടവുകാരനും കൂടിയിട്ട് ബ്ലാക്ക് പൗഡറൊക്കെ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ്. നീയും വരൂ എന്ന് നായകന്റെ ഫ്രണ്ട് നായകനോട് പറയുന്നു. അപ്പോൾ നായകൻ പറയും, ഇല്ല, തീർച്ചയായും ഞാൻ വരുന്നില്ല, നിങ്ങളും പോവേണ്ട, നമുക്ക് ഇവരുടെ കൂടെ തന്നെ നിൽക്കാം എന്ന് നായകൻ പറയുന്നു. അതൊന്നും കൂട്ടാക്കാതെ ആ തടവുകാരൻ ഒരു കയറ് വെട്ടുന്നു. അതോടെ മുകളിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു വയലക്കെട്ട് നായകന്റെ തലയിലേക്ക് വീഴുന്നു. അവനാണെങ്കിൽ ബോധം കെട്ടുപോവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് അവരവിടുന്ന് രക്ഷപ്പെടുന്നു. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു വേലക്കാരൻ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നായകന് ബോധം തെളിയുമ്പോൾ അവനെ പിടിച്ച് കെട്ടിയിട്ടാണുള്ളത്. നിങ്ങൾ കച്ചവടക്കാരല്ല, നിങ്ങളിവിടെ മോഷ്ടിക്കാനാണ് വന്നത് എന്ന് ദേഷ്യത്തോടെ നായിക പറയുന്നു. ആ സമയത്താണ് ഈ നായകനും കൂട്ടുകാരനും ആ തടവുപുള്ളിയൊക്കെ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ട ആ വേലക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ കാര്യങ്ങളെല്ലാം ഇവരോട് തുറന്നു പറയും. അതോടെ നായകനെ കൊല്ലാനുള്ള തീരുമാനം അവർ ഉപേക്ഷിക്കുന്നു. ഏതായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് അവനെ ആ തടവറയിൽ ഇട്ടേക്ക് എന്നും പറഞ്ഞിട്ട് അവനെ തടവറയിലേക്കാക്കുന്നു. ഈ സമയം നായകന്റെ ഫ്രണ്ടും ആ തടവുപുള്ളിയും കൂടി 3 കുതിരകളെയും കൊണ്ട് പോവുകയാണ്. 2 മുകളിൽ
മുകളിൽ അവരിയ്ക്കുന്നു. ഒരു കുതിരയെ നമ്മുടെ തടവ് പുള്ളി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും അവർക്ക് എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു വലിയ മരുഭൂമി. അപ്പോൾ ആ തടവ് പുള്ളി നമ്മുടെ നായകന്റെ ഫ്രണ്ടിനോട് പറയും, മേലെ ആ മലമുകളിൽ കയറി ഒന്ന് നോക്ക്, വഴി എങ്ങോട്ടേക്കെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അത് കേട്ട ഉടനെ ഹീറോയുടെ ഫ്രണ്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി നേരെ ആ മലയുടെ മുകളിലേക്ക് നടന്നു കയറുന്നു. അവൻ മുകളിലെത്തി താഴേക്ക് നോക്കുമ്പോൾ ആ തടവ് പുള്ളി 3 കുതിരകളെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് കാണുന്നത്. താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നു. ജയിലറയ്ക്കുള്ളിൽ നിന്ന് നായകൻ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, പലതും താഴേക്ക് വീഴുന്നതായിട്ടൊക്കെ. നായകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്തൊക്കെയോ കത്തി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ആൾക്കാരുടെ നിലവിളിയും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാവുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഒരു പാരച്യൂട്ട് തയ്യാറാക്കി അതിൽ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ പാരച്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ തീ കത്തിച്ചിട്ട് അതിലുണ്ടാകുന്ന കാറ്റ് വഴി പോകുന്ന പാരച്യൂട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ടെക്നിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് പല പാരച്യൂട്ടും തീ കത്തി താഴേക്ക് വീഴുകയാണ്. എന്തിനാ ഇവരൊക്കെ ഇപ്പം അത്യാവശ്യമായിട്ട് ഈ രീതിയിൽ തലസ്ഥാനത്തേക്ക് പോകുന്നതെന്ന് മനസ്സിലായോ? എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ ആ ചൈന വൻമതിൽ എവിടെയോ ഒരു വലിയ ഓട്ടയുണ്ടാക്കി അതുവഴി അകത്തേക്ക് കടന്ന് ഇപ്പോൾ തലസ്ഥാനത്തെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ മോൺസ്റ്റേഴ്സ് 2 യുദ്ധങ്ങളും ഇവരോട് ചെയ്തത് ഇവരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചൈനക്കാർ മോൺസ്റ്റേഴ്സുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് ഒക്കെ ചൈന വൻമതിലിൽ വലിയൊരു ദ്വാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇവർ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മോൺസ്റ്റേഴ്സ് ഇവരുമായിട്ട് യുദ്ധം ചെയ്തത്. വളരെ ഇന്റലിജന്റ് ആയ ഒരു മൂവ്, ശരിയല്ലേ? തലസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണുള്ളത്. അവരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ. നടന്നു പോയാൽ അവിടെ എത്തൂല. അപ്പോൾ ഈ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാരച്യൂട്ട് കത്തി ഒരുപാട് പേർ മരണമടയുന്നു. ലക്ഷക്കണക്കിന് മോൺസ്റ്റേഴ്സ് ഇപ്പോൾ തലസ്ഥാനം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നായകനെയും കൂട്ടുകാരനെയും ചതിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ തടവ് പുള്ളിയെ മംഗോളിയക്കാർ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് പൗഡേഴ്സ് ഒക്കെ അവരെടുത്തിട്ട് അത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെന്താണെന്ന് ആ പൊട്ടന്മാർക്കൊട്ട് അറിയൂല. ഇവന്റെ വായ കെട്ടിയിട്ടതുകൊണ്ട് ഇവനൊട്ട് പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ ആ ബ്ലാക്ക് പൗഡറിലേക്ക് തീ പടർന്ന് പൊട്ടിത്തെറിച്ച് അവരെല്ലാവരും മരിക്കുന്നു. അപ്പോഴേക്കും നായകന്റെ ഫ്രണ്ടും അവിടെ എത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ നായിക തലസ്ഥാനത്തേക്ക് പോകുന്നതിന് മുമ്പ് നായകനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആജ്ഞ കൊടുക്കുന്നു. നായകന് പറ്റാവുന്ന അത്രയും ബ്ലാക്ക് പൗഡറും എടുത്തിട്ട് അവിടെ നിന്നും പോവാനാണ് നായിക ആജ്ഞാപിക്കുന്നത്. അങ്ങനെ അവർ നായകനെ റിലീസ് ചെയ്യുന്നു. പക്ഷേ നായകൻ പറയുന്നത്, എനിക്ക് ബ്ലാക്ക് പൗഡർ ഒന്നും വേണ്ട, ഞാനും നിങ്ങളെ കൂടെ വരാം, നിങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞ് അവരുടെ കൂടെ ആ പാരച്യൂട്ടിൽ കയറി പോകുന്നു. അവർ തലസ്ഥാനത്തെത്തുമ്പോഴേക്കും മോൺസ്റ്റേഴ്സ് അവിടെ എത്തിയ നഗരത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെയൊക്കെ കടിച്ചു കീറി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാരച്യൂട്ടിൽ വരുന്നവരെയും ആ മൃഗങ്ങൾ വെറുതെ വിട്ടില്ല, അവരെയും അറ്റാക്ക് ചെയ്യുന്നു. അതിനിടയിൽ നമ്മുടെ നായിക താഴേക്ക് വീഴുന്നു. അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളുമായിട്ട് അവൾ യുദ്ധം ചെയ്യുന്നു. അതിനിടയിൽ ഒരുപാട് മൃഗങ്ങൾ അവളെ ആക്രമിക്കാനായി വരുന്നു. അപ്പോഴേക്കും നമ്മുടെ നായകൻ പാരച്യൂട്ടിൽ അവിടേക്ക് എത്തി നായികയെ നൈസായിട്ട് എടുത്തുകൊണ്ടുപോകുന്നു. ശേഷം അവരെല്ലാം ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അവരുടെ കയ്യിൽ നേരത്തെ കുടുങ്ങിയ ഒരു മൃഗം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ശരീരത്തിലേക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബ്ലാക്ക് പൗഡറും വെച്ച് കെട്ടുന്നു. ഈ ബ്ലാക്ക് പൗഡർ എന്ന് പറയുമ്പോൾ സംശയം തോന്നണ്ട, നമ്മുടെ നാട്ടിൽ പറയില്ലേ വെടിമരുന്ന് എന്ന്, അത് തന്നെ ബോംബ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. അതോടൊപ്പം തന്നെ ഈ മൃഗത്തിന് ഭക്ഷിക്കാനുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസും അവിടെ വയ്ക്കുന്നു. ഇവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ജീവി എഴുന്നേൽക്കുന്നു. ഭക്ഷണ സാധനം കണ്ടാൽ അതെന്താണ് ചെയ്യുക? നേരെ അതും എടുത്തിട്ട് റാണിയുടെ അടുത്തേക്ക് പോകും. ശരിയല്ലേ? അത് തന്നെയായിരുന്നു ഇവരുടെ പ്ലാനും. ഇവരുടെ കയ്യിൽ ആ കാന്തമുള്ളത് കൊണ്ട് തന്നെ ഇവരെ അത് ആക്രമിക്കുന്നുമില്ല. അത് നേരെ റാണിയുടെ അടുത്തേക്ക് പോകുന്നു. ഉടനെ തന്നെ നായകൻ തീപിടിപ്പിച്ച ഒരു അമ്പ് ആ മോൺസ്റ്ററുകളുടെ രാജ്ഞിക്ക് നേരെ തൊടുക്കുന്നു. ഉടനെ തന്നെ ആ മോൺസ്റ്റർ പടയാളികളെല്ലാവരും അവരുടെ തല കുട പോലെ രാജ്ഞിക്ക് ചുറ്റുമായി വിരിച്ചു വയ്ക്കുന്നു. അതിൽ തട്ടി ആ അമ്പ് തെറിച്ചു പോകുന്നു. അതോടെ ആ മോൺസ്റ്റർ രാജ്ഞി ആ മൃഗങ്ങൾക്കെല്ലാം പുതിയ ഇൻസ്ട്രക്ഷൻ നൽകുന്നു. അവിടെ ഇവിടെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എല്ലാ മൃഗങ്ങളും ഇപ്പൊ കൂട്ടം കൂട്ടമായി ചറ പറന്ന് നമ്മുടെ നായകനും നായികയും നിൽക്കുന്ന ബിൽഡിങ്ങിന് നേരെ വരികയാണ്. ആദ്യത്തെ യുദ്ധത്തിൽ വൻമതിലിൽ അവർ ചെയ്തില്ലേ, ഒരു മൃഗത്തിന്റെ മുകളിൽ മറ്റൊരു മൃഗം കയറിയിട്ട്, അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന് മുകളിലേക്ക് എത്തുന്നു. ഇപ്പോൾ നായിക കയ്യിലുണ്ടായിരുന്ന ഒരു കയറെടുത്തിട്ട് ആ ഗോപുരത്തിന് മുകളിലേക്ക് എറിഞ്ഞു പിടിപ്പിച്ച് നായകനും നായികയും അതിൽ പിടിച്ച് ഊഞ്ഞാലാടി ആ ബിൽഡിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ആ മോൺസ്റ്റർ ക്യൂനിന്റെ നേരെ മുകളിലെത്തിയപ്പോൾ നായകൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന അമ്പെടുത്ത് പടക്കം കത്തിച്ച് ആ കൂട്ടത്തിലേക്ക് തൊടുത്തുവിടുന്നു. ഓൾറെഡി വെടിമരുന്ന് നിറച്ച ബോംബുമായിട്ട് ഒരു മോൺസ്റ്റർ ആ ഗ്രൂപ്പിലുണ്ടല്ലോ, കൃത്യം അതിന്റെ മുകളിൽ തന്നെ ഈ അമ്പ് ചെന്ന് തറയ്ക്കുന്നു. അതോടെ ആ റാണി അടക്കം ആ മോൺസ്റ്റേഴ്സ് ഒക്കെ പൊട്ടിത്തെറിച്ച് ചാവുന്നു. ഈ മോൺസ്റ്റേഴ്സിന്റെ ഒരു വീക്ക്നെസ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, റാണി ഇല്ലെങ്കിൽ അവരൊക്കെ തുപ്പാക്കിയിലേതുപോലെ സ്ലീപ്പർ സെല്ലായിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ റാണി മരിച്ചു. അതോടെ ഈ ബിൽഡിങ്ങിലേക്കൊക്കെ കയറിക്കൊണ്ടിരുന്ന ജീവികളൊക്കെ മണൽ കൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് താഴേക്ക് വീഴുന്നു.
അടുത്ത സീനിൽ നമ്മുടെ നായകൻ ആ വൻമതിലിനടുത്തുള്ള രാജകൊട്ടാരത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിനെ കെട്ടിയിട്ട് ദ്രോഹി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. യോബോ, നായകനായി പോയല്ലോ, അവസരം കിട്ടിയ നീ ഈ പടയാളികൾക്കൊക്കെ രാജാവായി പോവല്ലോ എന്ന് പറഞ്ഞിട്ട് നായകന്റെ കൂട്ടുകാരൻ നായകനെ കളിയാക്കുന്നു. അപ്പോൾ നായകൻ പറയും, എനിക്ക് 2 ഓപ്ഷൻ തന്നു, ആവശ്യമുള്ള അത്രയും ബ്ലാക്ക് പൗഡറും എടുത്തിട്ട് ഇവിടെ നിന്നും പോവുക, അല്ലെങ്കിൽ നിന്നെയും കൊണ്ടുപോവുക. ദയവേത് നീ ചൂസ് ചെയ്ത് ബ്ലാക്ക് പൗഡർ ആണെന്ന് പറ എന്ന് നായകന്റെ ഫ്രണ്ട് പറയുന്നു. ഇല്ലടാ, ഞാൻ നിന്നെയാണ് ചൂസ് ചെയ്തതെന്ന് നായകൻ പറയുന്നു. ഛേ, നീ ആളാകെ മാറിപ്പോയടേ എന്നൊക്കെ നായകന്റെ ഫ്രണ്ട് കളിയാക്കി പറയുന്നു. ഇങ്ങനെയുള്ള ആ ഡയലോഗ് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായാലും ഒക്കെ അവർക്കിടയിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് സിനിമയിൽ. അത് കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പോഴേക്കും നായിക അങ്ങോട്ടേക്ക് വരുന്നു. 2 പേർക്കും ബൈ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. കുറച്ചു ദൂരം പോയതിനു ശേഷം നായകൻ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ നായകന്റെ ഫ്രണ്ട് ചോദിക്കും, എനിക്ക് വീണ്ടും തിരിച്ചു പോകണോ? തീർച്ചയായും എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഞാനില്ലാതെ നീ ഇവിടെ നിന്ന് പോയാൽ ഒരിക്കലും നാടെത്തില്ല, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ നിന്റെ കൂടെ വരാം എന്ന് നായകൻ പറയുന്നു. അങ്ങനെ അവർ 2 പേരും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ